ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 2.1 ആംപ്ലിഫയർ. ഞാൻ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നത് ഒരു 100 വാട്ട്സ്, ലെഫ്റ്റ് 100 റൈറ്റ് 100 അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ സബ് വൂഫർ ഒരു 300 വാട്ട്സ് മോസ്ഫെറ്റ് ആമ്പാണ്. ഈ കാണുന്ന ആംപ്ലിഫയർ ചാനലിന് വേണ്ടി, സബ് വൂഫറിന് വേണ്ടി മോസ്ഫെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യേണ്ടതാണ്. 100+100 വാട്ട്സിൻ്റെ ഒരു മോസ്ഫെറ്റ് ആമ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് AB ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഈ ഒരു ബോർഡിൻ്റെ വില ഏകദേശം 750, വിത്തൗട്ട് ഹീറ്റ് 750 രൂപയാണ് ഈ ബോർഡിൻ്റെ വില വരുന്നത്. ഒരു 10-20 വർഷത്തോളം വളരെ സക്സസ് ആയിട്ട് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും ആൾക്കാർ വാങ്ങുന്നതുമായിട്ടുള്ളൊരു ബോർഡാണ് ഈ ഒരു ബോർഡ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡിൻ്റെ വിശേഷം അറിയുന്നതിന് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. കൂടാതെ തന്നെ യൂണിവേഴ്സലിൻ്റെ ഒരു മോസ്ഫെറ്റ് സബ് ആമ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോസ്ഫെറ്റ് സബ് ആമ്പിൻ്റെ കൂടെ ഇൻക്ലൂഡ് ഫിൽറ്ററും കൂടെ വരുന്നുണ്ട്. ഈ ഒരു സബ് വൂഫറിൻ്റെ ബോർഡിൽ നിന്നും നമുക്ക് ഏകദേശം 300 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. 27/027 ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ആംപ്ലിഫയറിന് വേണ്ടിയിട്ട്. IRF 240യുടെ 2 ട്രാൻസിസ്റ്ററിൻ്റെ 2 സർക്യൂട്ട് വെച്ച് ബ്രിഡ്ജ് ചെയ്തേക്കുന്ന ഒരു മോസ്ഫെറ്റ് ആമ്പാണ് ഈ ഒരു ആമ്പ്. കൂടാതെ തന്നെ അതിൻ്റെ കൂടെ ഇൻബിൽറ്റായിട്ടൊരു ഫിൽറ്റർ, ഇൻബിൽറ്റായിട്ടൊരു സബ് ഫിൽറ്ററും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇത് 1500, 1300 ആ റേഞ്ചിനകത്തൊക്കെയാണ് ഈ ഒരു ബോർഡിൻ്റെ വില വരുന്നത്. പല സ്ഥലങ്ങളിലും പല വിലയാണ് ഈ ഒരു ബോർഡിന് വരുന്നത്. ആ ഒരു ബോർഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇലക്ട്രോ ക്യൂബിൻ്റെ 2 ട്രാൻസ്ഫോമർ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 27/027 ഒരു 8 ആംപിയറും കൂടാതെ തന്നെ 27/027 ഒരു 4 ആംപിയറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോ ക്യൂബിൻ്റെ ട്രാൻസ്ഫോമർ നല്ല ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമറാണ് നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 4 ആംപിയർ മതിയാവും. ഈ ഒരു ബോർഡിന് 4 ആംപിയർ തന്നെ ധാരാളമാണ്. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ട്രാൻസ്ഫോമർ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും 8 ആംപിയറൊക്കെ നമുക്ക് ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു മോസ്ഫെറ്റ് ആമ്പ് നല്ല ക്വാളിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളൊരു മോസ്ഫെറ്റ് ആമ്പാണ്. ഈ കാണുന്നത് നമ്മുടെ സബ് വൂഫർ ആമ്പിൻ്റെ പവർ സപ്ലൈ ആണ്. ഈ ഒരു പവർ സപ്ലൈയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 15000 UF-ൻ്റെ 4 കപ്പാസിറ്റേഴ്സാണ്. കൂടാതെ തന്നെ ഒരു ബ്രിഡ്ജ് ഡയോഡും പിന്നെ 12/012, 15/015ൻ്റെ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഫിൽറ്ററിന് നമുക്ക് അഡീഷണലായിട്ട് ഇവിടെ ഒരു സപ്ലൈയുടെ ആവശ്യമില്ല. കൂടാതെ തന്നെ ഞാനത് ആ ഒരു സപ്ലൈ 15/015 യൂസ് ചെയ്യുന്നത് നമ്മളുടെ മൈക്ക് പ്രീ ആമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മൈക്ക് പ്രീ ആമ്പിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മൈക്ക് പ്രീ ആമ്പ് ഇപ്പോൾ കാണിക്കാം. ആ ഒരു മൈക്ക് പ്രീ ആമ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിനി ഫിറ്റ് ചെയ്ത് അതിൻ്റെ വർക്ക് തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇവിടെ യൂസ് ചെയ്യാത്തത്. കൂടെ നമ്മുടെ ചാനലിന് വേണ്ടിയാണ് 100+100 വേണ്ടിയാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 15000 UF-ൻ്റെ 2 കപ്പാസിറ്ററാണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടഡ് കപ്പാസിറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് DigiCapൻ്റെ കപ്പാസിറ്റേഴ്സാണ്. ഈ കാണുന്നത് DigiCapൻ്റെ കപ്പാസിറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസും നല്ല ക്വാളിറ്റിയുള്ള പവർ സപ്ലൈക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്ത് ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പം വീഡിയോ കാണിക്കുന്നത്. ഒരു പാർട്ട് 2 ആവുന്ന സമയത്ത് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഏകദേശം ഫിനിഷിങ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു ആമ്പിൻ്റെ ക്യാബിനറ്റ് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാബിനറ്റ് ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം ഈ ഒരു ക്യാബിനറ്റ് കണ്ടപ്പം ആ ചേട്ടന്, ആംപ്ലിഫയർ ചെയ്യാൻ വന്ന ചേട്ടന് ഈ ക്യാബിനറ്റിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ക്യാബിനറ്റ് ആ ചേട്ടന് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റോഡ് എലിയോഡിൻ്റെ ഗിത്താർ പ്രീ ആമ്പ്. ഈ ഒരു പ്രീ ആമ്പ് ഞാൻ ഇതിനെ കൊണ്ട് വരപ്പിച്ചിട്ട് PCB ആക്കിയിട്ട് കോപ്പർ ക്ലാഡ് ചെയ്തെടുത്ത് അതിന് ശേഷം കമ്പോണൻസ് വാങ്ങിയിട്ട് ഫുൾ വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീ ആമ്പ് നമ്മുടെ 2.1 ആമ്പിനകത്ത് വയ്ക്കുന്നതാണ്. കൂടാതെ തന്നെ ഗിത്താർ പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചേട്ടൻ പള്ളിയിലൊക്കെ പാട്ടൊക്കെ പാടുന്നതും ഗിത്താർ വായിക്കുന്നതൊക്കെ ഒരാളാണ്. അപ്പോൾ ആ പുള്ളിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കാണാം.
കൂടാതെ തന്നെ ഇവിടെ ഒരു മൈക്ക് കരോക്കെ പ്രിയാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ 4 മൈക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൈക്ക് കരോക്കെ പ്രിയാമ്പാണ്. വിത്ത് മൈക്കിന് ബാസ് ട്രബിൾ വരുന്നുണ്ട്, എക്കോ ഡിലേ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ബോഡി തന്നെ ചാനലിന് വേണ്ടിയിട്ട് ബാസ് ട്രബിൾ വരുന്നുണ്ട്. കൂടാതെ തന്നെ ബാലൻസ് ഈ ഒരു പ്രിയാമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സലിൻ്റെ പ്രിയാമ്പാണ് ഈ ഒരു പ്രിയാമ്പ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതും കാണാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു ആംപ്ലിഫയറാണ്. ഈ ഒരു ആംപ്ലിഫയറിന് ഏകദേശം 14,000 രൂപയോളം ആയിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു ആംപ്ലിഫയറാണ്. ക്വാളിറ്റിക്ക്, സൗണ്ടിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു ആംപ്ലിഫയറാണ്. കാര്യം മോസ്ഫെറ്റിൻ്റെ ആംപ്ലിഫയറുകൾ ചില സമയങ്ങളിൽ നമുക്ക് ക്വാളിറ്റി കുറവായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു സർക്യൂട്ട് വളരെ നല്ലൊരു സർക്യൂട്ടാണ്. ഈ എ ബി ഇലക്ട്രോണിക്സിൻ്റെ ഈ ഒരു സർക്യൂട്ട് സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുന്നതിന് വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള ഒരു സർക്യൂട്ടാണ്. ഹൈടെക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹൈടെക്കിൻ്റെ ബോർഡ് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബോർഡാണ്. ഇത് മാത്രമല്ല, അവർക്ക് ഇതിൻ്റെ തന്നെ ഫിൽറ്ററും പല ടൈപ്പ് സാധനങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉടനെ തന്നെ, നിങ്ങൾക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് ചെയ്യുന്നതാണ്. എ ബി ഇലക്ട്രോണിക്സായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരെ ബോർഡുകൾ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ തന്നെ ഞാൻ ഫോൺ, ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ്, AVR, TV ഇതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും ചോദിക്കാവുന്നതാണ്. എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, അവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് ഇപ്പം നിലവിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല.